അതായത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ ഒരു 6ഓളം സൗജന്യവും അല്ലെങ്കിൽ 6 ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ അങ്ങനെ പ്രഖ്യാപിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. സ്വകാര്യ നിക്ഷേപങ്ങൾ ലാഭത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്, എന്നാൽ സർക്കാർ നിക്ഷേപങ്ങൾ ക്ഷേമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ക്ഷേമം, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഒരു എക്കോണമിയുടെ ഒരു പ്രതീക്ഷയും സ്വപ്നവുമൊക്കെ. അങ്ങനെ ഒരു ക്ഷേമ രാഷ്ട്രം എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ പ്രിയദർശിനി, ഈ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി ഒക്കെ വായിച്ചെടുക്കേണ്ടത്. കേരളത്തിലെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീയുടെ ഡിഗ്നിറ്റി ഉയർത്തുക. അത് ക്ഷേമത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. സ്ത്രീയുടെ ഡിഗ്നിറ്റി, മാന്യത, അന്തസ്സ് സമൂഹത്തിൽ ഉയർത്തുക എന്നുള്ളതാണ്. ഇത് കൂടുതലായിട്ടും ഗുണകരമായി വരുന്നത് കേരളത്തിലെ താഴേക്കടയിലുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്കാണ്. ഞാൻ ഓർക്കുന്നു, ഞാനൊരു പരസ്യം ശ്രദ്ധിച്ചു ഇലക്ഷൻ സമയത്ത്. ശ്രദ്ധിക്കാൻ കാരണം പരസ്യത്തിൻ്റെ മോഡൽ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, പരസ്യ സംവിധായകനും എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പരസ്യം ശ്രദ്ധിച്ചത്. ആ പരസ്യത്തിൽ ഒരു സ്ത്രീ ചെന്ന് മറ്റൊരു സ്ത്രീയോട്, ഒരു ഓഫീസ് കോണ്ടെക്സ്റ്റാണ്, ഒരു സ്ത്രീ ചെന്ന് മറ്റൊരു സ്ത്രീയോട് പറയുകയാണ്, അടുത്ത മാസം നിനക്ക് ഞാനും ചിട്ടിയിൽ കൂടാൻ കേട്ടോ. ഉടനെ ഈ സ്ത്രീ തിരിച്ചു ചോദിച്ചാൽ, അതെന്താ അടുത്ത മാസം നിനക്ക് ഇൻക്രിമെൻറ്റ് കിട്ടുമോ? ഉടനെ ഇവൾ പറയണം, അല്ല, എനിക്ക് ഡെയിലി 13 രൂപ മുതൽ 26 രൂപ അപ്പ് ആൻഡ് ഡൗൺ ലാഭം കിട്ടും. ആഴ്ചയിൽ അത് ഏതാണ്ട് ഒരു 600 രൂപയോളം കിട്ടും, 600-ലധികം. അങ്ങനെ മാസം ഇത്ര കിട്ടും. അപ്പോൾ അതിൽ നിന്നൊരു 500 രൂപ ഞാനും ചിട്ടിയിൽ കൂടാൻ കേട്ടോ. ഇങ്ങനെ മാന്യമായ രീതിയിൽ ഈ ലാഭത്തെ, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന നിസ്സാരമെന്നല്ല, ചിലർക്കൊക്കെ ഇതിലും കൂടുതൽ പൈസ ഉണ്ട് കേട്ടോ. ഇത് മിനിമം ടിക്കറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇതിന് പ്രൊഡക്റ്റീവ് ചാനൽസ് നമ്മൾ പറയും. ഉൽപ്പാദനക്ഷമകരമായ ചാനലിലൂടെ അതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ക്ഷേമത്തെ ബാധിക്കും, അല്ലേ? സ്ത്രീകളുടെ ക്ഷേമം. സ്ത്രീകളെ എന്നും ബെനഫിഷ്യറി ആയിട്ട് ഇരുത്താതെ, ബെനഫിഷ്യറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗുണഭോക്താവിൻ്റെ തലത്തിൽ നിർത്താതെ ഒരു കോൺട്രിബ്യൂട്ടറി തലത്തിലേക്ക് സംഭാവന ചെയ്യാൻ തക്ക വിധത്തിലേക്കുള്ള അവളുടെ വളർച്ചയെയാണ് നമ്മൾ എംപവർമെൻ്റ് എന്നൊക്കെ വിളിക്കുന്നത്, ശക്തീകരണം. സ്ത്രീ ശക്തീകരണം എന്നുള്ള വാക്കൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എക്യുപ്പിംഗ് വിമൻ ടു ഗോ ഫ്രം എ സ്റ്റേജ് ഓഫ് ബെനഫിഷ്യറി ടു എ സ്റ്റേറ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറി. അങ്ങനെയൊക്കെ വേണം നമ്മൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടിനെയൊക്കെ വായിച്ചെടുക്കാൻ. അല്ലാണ്ട് KSRTC നഷ്ടത്തിലായി, അയ്യോ KSRTC ഇപ്പം തന്നെ പൊളിഞ്ഞിരിക്കുന്ന കപ്പലാണ്, ഇനി ഇത് എന്ത് ചെയ്യും എന്നൊക്കെയല്ല, മറിച്ച് ഇതിന് എങ്ങനെ ബദൽ സംവിധാനം ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ VD സർക്കാർ ഈ ബഡ്ജറ്റിൽ 600 കോടി രൂപ KSRTCക്ക് അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്വകാര്യ ബസ്സുകൾ എല്ലാവരും കൂടി സർക്കാർ ബസ്സിൽ കയറിപ്പോയി കഴിഞ്ഞാൽ സ്വകാര്യ ബസ് എന്ത് ചെയ്യും? ബസ് ഓടിക്കുന്നവൻ എന്ത് ചെയ്യും? ബസ് ഓടിക്കുന്നവൻ്റെ ലാഭം പോയിട്ട് നഷ്ടം, അല്ലേ? ബസ്സുകളൊക്കെ നിരത്തിൽ ഇറങ്ങാൻ പറ്റാതാകും. അതുകൊണ്ട് തന്നെ ഈ ഇത്തവണത്തെ ബഡ്ജറ്റിൽ അവരടയ്ക്കേണ്ട ടാക്സിന് പകുതിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, ഇത് പെട്ടെന്നല്ല. ഇപ്പോൾ പകുതിയാക്കി കൊടുത്തത് കൊണ്ട് അവരുടെ എല്ലാം പ്രശ്നം തീരുമെന്നല്ല, മറിച്ച് ഒരു ഒരു കൺസിഡറേഷൻ, കറക്റ്റ് വേർഡ് അതാണ്, ഒരു കൺസിഡറേഷൻ കൊടുത്തു. പിന്നെ ഡെന്നി പറഞ്ഞാൽ കറക്റ്റ് വേർഡ്. സർക്കാർ അവരെയും കൂടി പരിഗണിച്ചു എന്നുള്ളതാണ്. അതൊന്നും ആയിട്ടില്ല, എന്നാൽ ഇനിയും കടമ്പകൾ ഏറെ കിടപ്പുണ്ട്. ഇതുപോലെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരെണ്ണമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കുന്നു. അത് ആർക്കാണ് കിട്ടുന്നത്? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നത് നോക്കണം, സീനിയറായിട്ടുള്ളവർ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയവർ, വിധവകൾ, ഇങ്ങനെയുള്ളവർക്ക്, തൊഴിലില്ലാത്ത ഇവർക്കൊക്കെ കിട്ടുന്ന പെൻഷനെ കുറിച്ചാണ്. അപ്പോൾ സമൂഹത്തിലെ താഴെക്കിടയിലുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്തു എന്നതിലാണ് ഒരു ബജറ്റിൻ്റെ മാഹാത്മ്യം അടങ്ങിയിരിക്കുന്നത്. ഉന്നതത്തിൽ നിൽക്കുന്ന കോടീശ്വരന്മാർക്ക് എന്ത് ചെയ്തു എന്നതിനേക്കാൾ അപ്പുറം അവിടെയാണ് ക്ഷേമം എന്നുള്ള വാക്ക് വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ പബ്ലിക് സെക്ടർ എന്ന ക്ഷേമത്തിൽ, അതുകൊണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ഗ്യാരണ്ടി എല്ലാം വന്ന് ഇത്രയും ആനുകൂല്യങ്ങൾ വന്നപ്പോഴത്തേക്കും കേരളത്തിൻ്റെ പൊതു ഖജാനാവിനോട് വളരെ സ്നേഹമുള്ള ഒരു ജനത ഉയരുകയാണ്. KSRTCയോട് ഒരിക്കലും ഇല്ലാത്ത പോലെ സ്നേഹം. എനിക്ക് ചിരി വന്നു, ഒരിക്കലും ഇല്ലാത്ത. അതിൻ്റെയൊക്കെ പിന്നിൽ ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. സർക്കാർ ഊന്നൽ കൊടുക്കേണ്ടത് ക്ഷേമത്തിനാണ്, ലാഭത്തിനല്ല. അതുകൊണ്ട് KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം വേറൊരു പബ്ലിക് സെക്ടറിലൂടെ, വേറൊരു ആനുകൂല്യത്തിലൂടെ നേടണം. വിദേശത്ത് പല രാജ്യങ്ങളിൽ, നമ്മൾ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ എല്ലാവർക്കും പൊതുഗതാഗതം സൗജന്യമാണ്. അതുകൊണ്ട് ഞാൻ പറയും, ഉടനെ നടക്കണമെന്നല്ല, പതുക്കെ ഇത് കുട്ടികൾക്ക് സൗജന്യമാക്കണം, കുറച്ചുകൂടി കഴിയുമ്പോൾ സീനിയർ സിറ്റിസൺസിന് സൗജന്യമാക്കണം, പതുക്കെ എല്ലാവർക്കും. കാരണം ഗതാഗതം പൊതുവായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്കിവിടെ വരേണ്ടത്.